വിശ്വസിക്കാൻ പറ്റില്ല അമ്മ അങ്ങനെ ചെയ്യുന്നൊക്കെ. ഞാൻ ആ ലെറ്റർ വായിക്കാൻ പറ്റില്ല ലാലേട്ടാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ലൈഫിലും കുറെ ചേഞ്ചസ് വന്നത് ആ ഷോ കഴിഞ്ഞിട്ടാണ്. ഞാൻ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി. ലൈക്ക് നോക്കിയപ്പോൾ മുകളിലെ വേർഡിങ്സ് നീ എങ്ങനെയായാലും എൻ്റെ മകൻ അത് ഞാൻ വായിച്ചു. പിന്നെ ജിൻഡോ ചേട്ടൻ തന്നെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതിനകത്ത്. ആ ഫൈറ്റ്സിലായാലും അത് കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തമാശയാണ്. സീക്രട്ട് ഏജന്റ് എന്താണെന്ന് പൂർണ്ണമായും മാറ്റി വെച്ച് ഞാൻ വളരെ നല്ലൊരാളാണെന്ന് കാണിക്കാനാണ് വന്നേക്കണേന്ന് ആള് പറഞ്ഞു. ആളുടെ ഒരു ചീത്തപ്പേരൊക്കെ മാറ്റാൻ ആള് പറഞ്ഞ അത് ആളുടെ ഗെയിമാണ്. ആൾ എന്തായാലും അത് പറഞ്ഞു ജാസ്മിൻ അവിടെ തകരും, ആ പോയിന്റിൽ ബ്രേക്ക് ആവുമെന്നാണ് ആള് പറഞ്ഞത്. അഭിഷേക് എന്തെങ്കിലും ഒരു ഗെയിം വെച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ് കിട്ടണം, വിന്നർ ആവണം എന്നുള്ളൊരു ഇതിൽ വേണ്ടി പോയതാണോ അതോ വേറെ എന്തെങ്കിലും ഒരു ആൾക്കാരിലോട്ടൊന്നും കൂടെ ഞാൻ ആരാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് പോയതാണോ അതോ വേറെ എന്തെങ്കിലും ഗെയിം ഉണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ പോയപ്പം ഞാനിപ്പം ഈ മിസ്റ്റർ ഗേ വേൾഡിന്റെ റണ്ണറപ്പ് ആയിരുന്നു. അപ്പം അത് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വളരെയധികം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇതാവും, ആളുകൾ അറിയും, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവും എന്ന് വിചാരിച്ചിട്ടും ഇപ്പം നോർത്തിലൊക്കെ ഭയങ്കര ഇതായി അറിയാം. ഇപ്പം എവിടെ പോയാലും റെക്കഗ്നൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കമ്മ്യൂണിറ്റി ഇവന്റ്സിലൊക്കെ. പക്ഷെ ഇവിടെയുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു റെക്കഗ്നൈസേഷൻ കിട്ടാതുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അത് ഈ ഷോയിലൂടെ കിട്ടുവാണെങ്കിൽ ആവട്ടെ. അപ്പം അത് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഏഷ്യാനെറ്റിന് അയച്ചു കൊടുത്തു. അവർ ഇൻട്രസ്റ്റഡ് ആയി വിളിച്ചു. അപ്പം ഇതായിരുന്നു മെയിൻലി ഒരു റെക്കഗ്നേഷൻ കിട്ടണം. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് അത് ഭയങ്കര നോർമലൈസ് ചെയ്ത് ആൾക്കാർക്ക് അപ്പം കാണാൻ പറ്റുമല്ലോ. ഇപ്പം ചിലരുടെ കുറേ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഗേ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര ഫെമിനിൻ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യണം. അങ്ങനെ ഫെമിനിൻ ആവാം, അത് തെറ്റുണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്, മാൻലി ആയിട്ടുള്ളവരുണ്ട്, എല്ലാ ടൈപ്പിലുള്ള പീപ്പിളാണ്, എല്ലാ ടൈപ്പിലുള്ള ആൾക്കാർ. അപ്പോൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് മാറ്റണം, ഒന്ന് നോർമലൈസ് ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു മെയിൻലി. മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യ 2023 റണ്ണറപ്പാണ് അഭിഷേക്. അപ്പോൾ ആ ഒരു ജേർണി ഒന്ന് പറയൂ, ലൈക്ക് ആരാ സപ്പോർട്ട് ചെയ്തത്, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഓക്കെ, ഞാൻ പൂനെയിൽ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടെന്ന് അറിയുന്നത്. മീൻസ് അതിൻ്റെ വിന്നറായിട്ടുള്ള ആൾ ശ്യാം എന്ന് പറയുന്ന ആളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇവൻറ്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്തൂടെ, ബിക്കോസ് കേരളയിൽ നിന്ന് ഇതുവരെ നമുക്കൊരു റെപ്രസെൻറ്റേഷൻ വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിലും കൂടി ഇത് അറിയും ഇങ്ങനെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് കുറേ ഓഡീഷൻ ലെവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ക്ലിയർ ആയി വരുമ്പം എനിക്കൊരു കോൺഫിഡൻസ് ആയി എത്താമെന്ന്. അങ്ങനെ ഫൈനൽ 2 എത്തി. കുറേ റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം നോർമൽ ഒരു പേജൻ്റ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്വിം വെയർ ഉണ്ട്, ട്രഡീഷണൽ വെയർ ഉണ്ട്, പിന്നെ സ്പീക്കിംഗ് റൗണ്ട് ഉണ്ട്, ഇൻ്റർവ്യൂ റൗണ്ട്, GD, അങ്ങനെ കുറേ റൗണ്ട്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫൈനലിൽ എത്തുന്നത്. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു. സ്റ്റിൽ ആ സമയത്ത് മേ ബി അതിന് വേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും എനിക്ക് കുറച്ചും കൂടിയൊക്കെ സംസാരിക്കാം. അത് ഞാൻ കുറേ സംസാരിക്കാനൊക്കെ കുറേ മടിയുള്ള ടൈപ്പായിരുന്നു, ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പം മേ ബി അതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ കുറച്ചെങ്കിലും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. ലൈഫിലും കുറേ ചേഞ്ചസ് വന്നത് ആ ഷോ കഴിഞ്ഞിട്ടാണ്. ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. ലൈക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പ്രൗഡ് ആവണമെന്ന് ഞാൻ പറയണില്ല, ബട്ട് ആക്സെപ്റ്റ് ചെയ്യാം. നമ്മളെന്താണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ഒരു കോമൺ ആണ്, അത്രേ ഉള്ളൂ. ഇല്ല, ആക്ച്വലി വർക്ക് പ്ലേസിൽ എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് യൂഷ്വലി. അതുകൊണ്ട് ഞാൻ അവിടെ അധികം പോലില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ടീം ലീഡായിട്ടായാലും നമ്മളിപ്പം ടീംസ് ആപ്സിലൂടെ ഒക്കെ അല്ലേ ഇൻട്രാക്ഷൻ, അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് സായിനെ ഞാൻ പറഞ്ഞേ ഒരെണ്ണം. സായി കൃഷ്ണൻ, നമ്മൾ സീക്രട്ട് ഏജന്റിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്താണെന്ന് പൂർണ്ണമായും മാറ്റി വെച്ച് ഞാൻ വളരെ നല്ലൊരാളാണെന്ന് കാണിക്കാനാണ് വന്നേക്കണേന്ന് ആൾ പറഞ്ഞു, ആളുടെ ഒരു ചീത്തപ്പേരൊക്കെ മാറ്റാൻ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് വളരെ ചുരുക്കം കാര്യത്തിൽ മാത്രം ഇടപെടുന്ന വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സീക്രട്ട് ഏജന്റിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്ര നാൾ പോകുന്നു നമുക്കറിയില്ല, കണ്ടു നോക്കാം. അതെ അതെ അതെ, ആള് പറഞ്ഞത് അത് ആളുടെ ഗെയിമാണ്. ആൾ എന്തായാലും അത് പറഞ്ഞു ജാസ്മിൻ അവിടെ തകരും, ആ പോയിന്റിൽ ബ്രേക്ക് ആവുമെന്നാണ് ആൾ പറഞ്ഞത്. പിന്നെ നമ്മൾക്കൊരു റൂളുണ്ട്, ആ കോൺട്രാക്റ്റ് ഉണ്ട്, നമ്മൾ പുറത്തുനിന്ന് പറയാൻ പാടില്ല. ഈവൻ എൻ്റെ കയ്യിൽ നിന്നും 2-3 കാര്യങ്ങൾ ജാസ്മിന് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആള് പ്ലാൻ ചെയ്ത് വന്ന ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു അത്, സൈഡ്. അതെ, പിന്നെ ജാസ്മിന്റെ ഈ അൺഹൈജീൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഭയങ്കര വിവാദമാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അഭിഷേകിന് ജാസ്മിന്റെ അടുത്ത് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ജാസ്മിൻ ഒരു കാലിൽ നഖം കടിക്കുന്ന ഒരു അതിൽ ഞാനായിരിക്കുന്നത്. അത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ. ഞാൻ എന്തോ വേറെ ആലോചിച്ചിരിക്കുക. ഞാൻ ഇന്ന് എപ്പിസോഡ് നോക്കുമ്പോൾ ഞാൻ തൊട്ടപ്പുറത്തിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്കും കൂടി ഇപ്പൊ ഒരു ചീത്തപ്പേരായെന്ന് പറയാത്തതാണ്. അതെ, ഞാൻ പേഴ്സണലി ഇത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചായയിൽ അത് വീഡിയോ നമ്മൾ കയറുന്നതിന് മുന്നേ കണ്ടായിരുന്നു. പിന്നെ എപ്പോഴും
ടിഷ്യൂസൊക്കെ ഈ ലിപ്സ്റ്റിക്ക് തുടച്ചിടുന്ന, അല്ലാണ്ട് വളരെ അൺഹൈജീനിക് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവർ മൈന്യൂട്ടായിട്ട് ഇപ്പോൾ എപ്പിസോഡ് ലൈവിൽ നിന്ന് എടുത്തിടുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്, പോയിന്റ് ഔട്ട് ചെയ്തിടുമ്പോൾ. മൂക്ക് തുടയ്ക്കുന്നത്, അതെ അതെ മനസ്സിലായി. പ്ലാറ്റ്ഫോമിലാവുമ്പോൾ നോക്കണം, അതെ അതെ പോവും, കുറച്ച് ശ്രദ്ധിക്കണം ഉറപ്പായിട്ടും. ഇപ്പൊ ശരണ്യ ഇപ്പൊ റീസെന്റ് എന്തോ ഒരു ബുൾസൈ ഉണ്ടാക്കി നിലത്തിട്ടിട്ട് അതെടുത്ത് കൊടുക്കുന്ന കണ്ട്. അപ്പൊ ഇങ്ങനെ മൈന്യൂട്ടായി നോക്കിയിട്ട് നമുക്ക് കുറെ കിട്ടും അതിനകത്ത്. കാരണം നമ്മൾ 24 hours ലൈവ് പൊക്കോണ്ടിരിക്കുകയല്ലേ, നോക്കിയിരിക്കും. ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ഇത് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ടോയ്ലറ്റ് പോകുമ്പോൾ ചെരുപ്പ് ഇടാത്തൊരു ഇഷ്യൂ, അങ്ങനെയൊക്കെ കുറെ വരുന്നുണ്ട്. ഫണ്ണിയായിരുന്നു. ഫണ്ണി മൊമെന്റ് എന്ന് വെച്ചാൽ ഞാൻ പോയ ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് ജിൻഡോ ചേട്ടനും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ്സ് നമുക്ക് കാണാൻ. അപ്പം നമ്മൾ കയറിയിട്ടുള്ളൂ. അപ്പം ഞാനും നന്ദനയും ഫുൾ ടൈം ചിരിയാണ് ഇത് കണ്ടിട്ട്. ഒരു ഇതിലെന്തോ ജാസ്മിൻ പറയുമ്പം ജിൻഡോ ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഡാൻസ് ഇങ്ങോട്ട്. അപ്പോൾ ജാസ്മിൻ നിന്നിട്ട് ഇങ്ങോട്ട് കുച്ചാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കൗച്ചെന്നൊക്കെ ചിരിച്ച് ഫുള്ള് ഞാനും നന്ദനയും വീണിട്ടുള്ള ടൈമാണ്. പിന്നെ ജിൻഡോ ചേട്ടൻ തന്നെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതിനകത്ത്. ആ ഫൈറ്റ്സിലായാലും അത് കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ തമാശയാണ്. പിന്നെ ഒരു മെമ്മറബിൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ അമ്മ എനിക്ക് അയച്ച ലെറ്റർ ആയാലും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്. അയ്യോ, അത് ലെറ്റർ മാത്രമല്ല, ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാഗ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എന്തെങ്കിലും വല്ല ജ്വല്ലറിയുടെ വല്ല സമ്മാനമൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ മുകളിൽ ആ വേർഡിങ്സ്, നീ എങ്ങനെയായാലും എൻ്റെ മകൻ, അത് ഞാൻ വായിച്ചു. ലാലേട്ടൻ വായിക്കാൻ പറയുന്നതിന് മുന്നേ അപ്പോൾ തന്നെ കൗച്ചിൽ എനിക്ക് ഭയങ്കര ഷിവറിങ്, ഭയങ്കര എന്നോട് ഇതുവരെ പറയാത്തൊരു കാര്യമല്ലേ. അപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായി. എന്നിട്ട് എന്നോട് വന്നിട്ട് ഞാനത് വായിക്കുന്നതിന് മുന്നേ പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞ്. അത് കണ്ടതും ഫുൾ എനിക്ക് പിന്നെ വോയിസ് വരുന്നില്ല. എന്നിട്ട് ഞാൻ ആ ലെറ്റർ വായിക്കാൻ പറ്റില്ല ലാലേട്ടാന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറേ നേരം കരഞ്ഞു. അത് എപ്പിസോഡിൽ ഐ തിങ്ക് കട്ട് ചെയ്തിട്ട് ലെറ്റർ വായിക്കുന്നത് മുതലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ റിക്വസ്റ്റ് ചെയ്തു അത് വായിക്കണം, ജനങ്ങൾക്ക് അറിയണം. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്ന് വായിച്ചാൽ മതി, ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. അങ്ങനെ എല്ലാം കരഞ്ഞ് തീർത്ത് ലാസ്റ്റ് ഞാൻ വായിച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പി. അതിൽ എസ്പെഷ്യലി ഒരു റെയിൻബോ ഫ്ലാഗൊക്കെ അമ്മ വരച്ചു എന്ന് പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അമ്മ അങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ, നേരിട്ട് കണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയേനെ, ഭയങ്കര കരഞ്ഞ് നിലവിളിയായേനെ. ഇനിയിപ്പോ അഭിഷേകിന് ഒരു ചാൻസ് കിട്ടണം ബിഗ് ബോസിലോട്ട് തിരിച്ചു പോകാനായിട്ട്. ഓക്കെ, അങ്ങനെ പോയിട്ട് ഇനി എന്ത് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാനായിരിക്കും? ആസ് ഇൻ എൻ്റെ ക്യാരക്ടർ ആണോ ഉദ്ദേശിക്കുന്നത്? അവിടെ ഞാൻ ഇറങ്ങുന്ന വരെയുള്ള കാര്യം എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് അതിലിപ്പോഴും കുറേ സേഫ് ആയിട്ടിരിക്കുന്ന പലരും ഉണ്ട്. ഇപ്പം എന്നെക്കാട്ടും അവിടെ ഒന്നും സംസാരിക്കാതിരിക്കുന്ന ഒരാളാണ് മേ ബി അർജുനുണ്ട്, ശ്രീരേഖ ചേച്ചിയുണ്ട്, ശരണ്യുണ്ട്. പിന്നെ നന്ദന തന്നെ കുറേ ഫൈറ്റ് ചെയ്യുന്നല്ലാണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരു മീനിങ്, ഒരു റെലവൻസ് ഇല്ല, കഴമ്പില്ലാത്ത വെറുതെ എന്തോ പറഞ്ഞ് ഇത് ഇരിക്കുന്നതെന്നുള്ളൂ. ഇതുവരെ ഒരു ഫൈറ്റിൽ പോലും ആള് ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് ഇപ്പൊ അവർ പവർ റൂമിലാണ് മെയിൻലി എല്ലാവരും ഒളിച്ചിരിക്കും. ഈവൻ അഭിഷേക് ശ്രീകുമാർ ആയാലും ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നിലും ഇടപെട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നവരെയും പവർ റൂമിൽ നിന്ന് ഇറങ്ങി ഒന്നും കൂടി നോമിനേഷനിൽ കൊണ്ടുവന്ന് അവരും കൂടി ഒന്ന് ഫേസ് ചെയ്യട്ടെ. ഇപ്പൊ ഐ തിങ്ക് ഈ നോമിനേഷനിൽ 3 പേരുണ്ട് തോന്നുന്നു, ശ്രീരേഖയും നന്ദനയും ശരണ്യ ഉണ്ട് തോന്നുന്നു. അപ്പൊ മേ ബി നമുക്ക് കാണാം ഇവര് സേഫ് ഗെയിമേഴ്സ് പുറത്ത് പോവുമെന്ന്. അർജുൻ ആൻഡ് ശ്രീതു കോംബോ, ആ ഒരു കോംബോ അവിടെ കാണുന്നോണ്ടായിരിക്കാം അല്ലെ അർജുൻ അവിടെ അല്ല, അർജുൻ വന്നപ്പോൾ തന്നെ അർജുന് കുറെ ഫാൻസ് വന്നു. ബിക്കോസ് മേ ബി അയാളൊരു മോഡലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പിന്നെ കാണാൻ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഫാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതും നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെ അർജുൻ ശ്രീതു കോംബോ ഫാൻസ് ഉണ്ട്. അവർ പക്ഷെ പ്രണയമല്ല, അവർ നല്ല ഫ്രണ്ട്സാണ്, നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അവർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനും ഇടയ്ക്ക് പോയി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ ടോക്ക് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള തമാശകളും നാട്ടിലെ കാര്യങ്ങളും, അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ ഗബ്രി ജാസ്മിന്റെ പോലെ ഞാൻ അച്ഛനാണ് അങ്ങനത്തെ ഉള്ള ടോക്സ് അല്ല അവിടെ വരുന്നത്. അതെ, അത് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് താങ്ക് യു.
ഗബ്രി എൻ്റെ അടുത്ത് അത് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിളിൽ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല, ലൈക്ക് നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ളത് ഇത് കുറച്ചും കൂടി ഒരു വൾഗർ ആംഗിളിൽ പോയി. പിന്നെ ജാസ്മിൻ പറഞ്ഞ നന്ദന ഇത് ചെയ്യുമ്പോൾ ചുണ്ടൊക്കെ കടിച്ചിരുന്നു, അപ്പോൾ അതൊക്കെ ഭയങ്കര. അപ്പം ഞങ്ങൾ പറഞ്ഞ ഇതൊരു മെലോ ഡ്രാമ എന്നുള്ള, മെലോ ഡ്രാമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവറാക്കി കാണിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം നമ്മളത് ചെയ്തു, എല്ലാവരെയും കാണിച്ചല്ലോ, ജാൻമോനിനൊക്കെ എന്തൊക്കെ കാണിച്ചേ. പിന്നെ അതിൻ്റെ ഫേസ് ഭയങ്കര അവരത് എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര ഇത് വരുന്നത്. പുറത്ത് എസ്പെഷ്യലി നമുക്കിത് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ വൈൽഡ് കാർഡ്സാണ്, നമുക്ക് പുറത്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മളിതൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ളവരാ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇത് കൊടുക്കാൻ പറ്റി. ഓക്കെ, കുറച്ച് പേടിയില്ല, ഭയം മാത്രം ഇല്ല. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ജിൻഡോ ചേട്ടൻ. വേഴ്സ്റ്റ് ഗെയിമർ റസ്മിൻ ബായ്. നോറ. ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നതാരായിട്ട് തോന്നി? കോണ്ടന്റ് ഗബ്രി ആൻഡ് ജാസ്മിൻ. ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി, ഇപ്പൊ പുറത്ത് വന്നിട്ട് കാണുന്നില്ല, ശ്രമിക്കാം. ഫേക്ക്. ജാസ്മിൻ ഒരു സെന്റൻസിൽ പറയാമല്ലോ. ജാസ്മിൻ ആക്ച്വലി ഒരു നല്ലൊരു എനിക്ക് ഒരു നല്ല ഫ്രണ്ട്ലി പേഴ്സൺ ആയിട്ടാണ് തോന്നിയേ. ഇപ്പൊ ആ ഒരു ഗബ്രി എന്നുള്ള കോംബോ ആയിരുന്നു ജാസ്മിന്റെ പ്രശ്നം. ഇപ്പൊ അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ജാസ്മിൻ അടിപൊളി ഗെയിമറാണ്. ശരണ്യ ഗെയിമിൽ വന്നിരിക്കുന്നത് മീൻസ് ഗെയിമർ ആയിട്ടല്ല, ലൈക്ക് അവരുടെ ഒരു ഫാഷൻ സെൻസ് എന്താണ് അത് കാണിക്കാനാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതുവരെ ഗെയിമിലോട്ട് ഇത്ര നാളെ ഇപ്പൊ 60 days ആവാറായിട്ടും അവർ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ആസ് എ ഗെയിമർ നോ, പോരാ. ആരെയും പറയാം, ഗബ്രീനെ തന്നെ പറയാം. ഗബ്രി ഒരു അടിപൊളി ഗെയിമറാണ്. ടാസ്കൊക്കെ ഏത് ടാസ്ക് വന്നാലും അതിൽ പ്രോപ്പർ സ്ട്രാറ്റജിയിൽ കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ജബ്രി എന്ന് പറയുന്ന കോംബോ വന്നതുകൊണ്ടാണ് ആളും നെഗറ്റീവായി പോയത്. പിന്നെ കുറച്ച് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച ആളൊരു അടിപൊളി ഗെയിമറാണ്. സായില്ലേ ഇനി അടുത്ത് സായി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഭയങ്കര ഫേക്കായിട്ട് അതിനകത്ത് നിൽക്കുന്ന. ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നു, മാറി നിന്ന് വേറെ പറയുന്നു. അപ്പം ഞാനതിന് ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവർ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. പുറത്ത് വെച്ച് കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും വിഷമമാകുന്നത്, കാരണം മാറി നിന്നത് പറയുന്നത്. പിന്നെ അതിനകത്ത് ലാലേട്ടൻ ഒരു ഗോൾഡ് കോയിൻ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷുവിന്. ആ ഗോൾഡ് കോയിൻ ആൾ നന്ദനയ്ക്ക് കൊടുത്തു ഗിഫ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനകത്ത് കൊടുക്കുക, അത് തെറ്റാന്നല്ല പറയുന്നത്. ഒരാൾ ഗിഫ്റ്റ് ആണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ഗെയിമിലാവുമ്പോൾ നന്ദന ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയി സായിയുടെ ഈ ഒരു ഗോൾഡ് കോയിൻ ഗിഫ്റ്റ്. പിന്നെ സായിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. ആളത് മേ ബി ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, പക്ഷെ ആ ഷോന്റെ റൂൾസിൽ അങ്ങനെ ഒരിക്കലും നമ്മളൊരു ഗോൾഡ് ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. പിന്നെയുള്ള എല്ലാത്തിലും നന്ദന സായി പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഫുൾ സൈഡായി മാറി. അപ്പോൾ അത് ഭയങ്കര ഒരു ബയസ്ഡ് ആയിട്ടുള്ളൊരു ഇതായി അതില്. അതൊരു ഭയങ്കര തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത. മേ ബി ആഫ്റ്റർ ദ ഷോ കൊടുക്കായിരുന്നു. ഈ ഒരു ഷോയിൽ തന്നെ അത് ചെയ്തത് എനിക്കൊരു തെറ്റായിട്ട് തോന്നി. പാരന്റ്സിനോട് ഐഡന്റിറ്റി ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് മുന്നേയും അതിനുശേഷം പാരന്റ്സ് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് അത് രണ്ട് ലൈഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യും. പാരന്റ്സ് അറിയുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ടിലും ഇപ്പം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഡിഫറൻസ് അല്ലാതെ അവരെന്നോടുള്ള സമീപനത്തിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. അവരിപ്പോൾ കൂടുതലായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നീ ഒരു ഗേ ആണ് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരമൊന്നുമില്ല. ഇപ്പം എങ്ങനെയായിരുന്നു പണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. ലൈക്ക് എങ്ങനെയാണോ നോർമലായി പോകുന്നത്, ഇതൊരു നോർമലായിട്ടുള്ളൊരു ഇതാണല്ലോ, അപ്പം അങ്ങനെ തന്നെ നമുക്ക് പോയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ്. സ്പെഷ്യൽ ഡിസ്കഷൻ ഒന്നും വേണ്ടാന്ന് ഞാൻ തന്നെ അവരോട് പറഞ്ഞു. പിന്നെ അച്ഛനയച്ച മെസ്സേജിലും വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് ഇനി പറഞ്ഞത് ഓക്വേർഡ് ആക്കുന്നതിനും നല്ലത് ഇതുപോലെ തന്നെ നമ്മൾ തുടർന്ന് പോകാന്നാണ് പറഞ്ഞേക്കുന്നത്. മതി. പിന്നെ അമ്മയ്ക്കാണ് ഇടയ്ക്ക് ഉള്ള ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡൗട്ട്സും അങ്ങനത്തെ വരുന്നത്. അപ്പം ഞാനത് ക്ലിയർ ചെയ്ത് എന്താണ് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടി, ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾ ഇനി ഉപദ്രവിക്കുമോ, ഇനി എന്തായിരിക്കും സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള ചെറിയ പേടി ഒബ്വിയസ്ലി എല്ലാ അമ്മമാർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ സ്ട്രോങ് ആയി പറഞ്ഞു കൊടുത്ത് അങ്ങനെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. അതും ഇപ്പൊ ഒരമ്മ ആക്സെപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഇപ്പൊ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന മെസ്സേജ് ആണ്, ഇനിയിപ്പൊ ഞങ്ങൾക്ക് പറയാൻ ഒരാളുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ പോയിട്ട് അവരുടെ അമ്മ അവരെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു വിജയമായിട്ട് നമുക്ക് എടുക്കാമല്ലോ. അതെ.
രീതിക്ക് വരുമല്ലോ. അതെ, എനിക്ക് ഏറ്റവും വിഷമായ ഒരു കാര്യം എന്താ വെച്ചാൽ ചില പേജസ് ഇപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹിസ് ഫാദർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയുന്നതും ഡിപ്രഷൻ ആവണം അങ്ങനത്തെ കുറെ വീഡിയോസ് ഇറക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ അച്ഛൻ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അച്ഛന്റെ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ അനാവശ്യമായിട്ടുള്ള കുറെ ഇത് കാണുന്നുണ്ട്. വെറുതെ ട്രോളാൻ, അതും എസ്പെഷ്യലി എനിക്ക് ആരാ ചെയ്യുന്നതെന്ന് അറിയാം ഏത് ഗ്രൂപ്പുകാരാണെന്ന്. പക്ഷെ അതെ, ഒബ്വിയസ്ലി അപ്പം അത് കാണുമ്പോൾ ഒബ്വിയസ്ലി ഒരു മനുഷ്യനാണ്, എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ, അവര് ചെയ്യുന്നത് ചെയ്യട്ടെ. നമ്മൾ കോൺഫിഡൻ്റ് ആയി നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ സക്സസ് അല്ലേ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം ഞാൻ പൂനെയിലായിരുന്നു ഇത്ര നാള്. ഇനി നാട്ടിൽ വന്നിപ്പം ഇതിനോടനുബന്ധിച്ച് കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് മോഡലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതുവരെ നാട്ടിൽ എനിക്ക് അങ്ങനെ അറിയില്ല ഏതൊക്കെയാണ് ഏജൻസീസെന്നോ അങ്ങനെ അറിയില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, അപ്പോൾ അതെന്തായാലും അതും വെച്ച് മീഡിയയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉണ്ട്. നാട്ടിൽ തന്നെ എന്തായാലും ഉണ്ടാവും, ഒരു വർഷമെങ്കിലും ഉണ്ടാകും നാട്ടിൽ. സോ ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റ്യൻ അമ്മയ്ക്ക് ചോദിക്കാൻ വെച്ചാണ്. അമ്മ ജസ്റ്റ് മിസ്സായിട്ട് പോയി. അപ്പോൾ ആൾ ഓട്ടോയിൽ വെച്ച് കാണാനുള്ളൊരു അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പേര് മക്കളുടെ സെക്ഷുവാലിറ്റി വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു എക്സാമ്പിളാണ്. അപ്പൊ എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും എന്താണ് പറയാനുള്ളത്? മെസ്സേജ് ലൈക്ക് നിങ്ങളുടെ കുട്ടികളെ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റോ അല്ലെങ്കിൽ അവർ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരിക്കലും ഒരാൾ ഗേയോ അല്ലെങ്കിൽ ഒരു ലെസ്ബിയനോ ഒരിക്കലും ആവാൻ പറ്റില്ല. ഇത് ബൈ ബർത്ത് ആണ്. അപ്പം നിങ്ങൾ അവരുടെ തെറ്റായിട്ടാണ് അത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെയും തെറ്റാണ്, നിങ്ങളുടെയാണ് മക്കൾ അല്ലേ. അപ്പം അങ്ങനെ ഒരിക്കലും അതൊരു തെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല. ഇത് ബൈ ബർത്ത് ഉള്ളൊരു സംഗതിയാണ്. അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് മൂവ് ഓൺ ചെയ്യുക. അവർ ഇത്ര എഫേർട്ട് എടുത്ത് ഇപ്പോഴും സൊസൈറ്റിയിൽ നമ്മൾ ഇത്ര നെഗറ്റിവിറ്റി ഒക്കെ കേട്ട് നമ്മളിപ്പോഴും ജീവിച്ച് പോകുന്നുണ്ട്. അപ്പം അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ. നമുക്ക് ദിവസവും ഇപ്പം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കേട്ട് വരുന്ന സൈബർ ബുള്ളിങ്ങും ആ ഇഷ്യൂസിലൊക്കെ വെച്ച് തകർന്നു പോയി സൂസൈഡ് ചെയ്യുന്ന പോലെ ആൾക്കാരുണ്ട്. അപ്പം അതിൽ വെച്ച് തന്നെ നമ്മളൊരു മുൻനിരയിലേക്ക് വരിക, അല്ലെ മുൻനിരയിലേക്ക് വരണ്ട, അതൊക്കെ ഓവർകം ചെയ്ത് ജീവിക്കണമെങ്കിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് പാരൻസിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ പാരൻസിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുക. നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന എത്രയോ പിള്ളേരുണ്ട് അല്ലേ. അപ്പോൾ അവർ ഒരു എഡ്യൂക്കേഷൻ പോലും കിട്ടാണ്ട് ഇറക്കി വിടുമ്പോൾ അവരുടെ ലൈഫ് ചിലപ്പോൾ ഡ്രഗ്സിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ സെക്സ് ആയിട്ടുള്ള വർക്കേഴ്സൊക്കെ ആയിട്ടാണ് അവരുടെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെയൊന്നും കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ സ്വന്തം നിലയിൽ എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി അവരുടെ ലൈഫ് നോക്കട്ടെ. അഭിഷേകിന്റെ വീട്ടുവിശേഷവും ബിഗ് ബോസ് വിശേഷവും കേട്ടിരിക്കുകയായിരുന്നു. അതിൽ സന്തോഷമുണ്ട്.